ഹലോ എല്ലാവരും എന്ത് പറയുന്നു? സുഖായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മെയ്യാണ്. കുറേ നാളായില്ലേ കണ്ടിട്ട്. നമ്മൾ പണ്ട് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഞാൻ ലീവ് കിട്ടിയിട്ട് വേണം കുറേ വീഡിയോ ചെയ്യാൻ എന്നൊക്കെ മോഹിച്ചിരുന്നതാണ്. പക്ഷേ ഈ സമ്മർ വെക്കേഷൻ പിള്ളേർക്ക് തുടങ്ങി ജൂണിൽ ഞാൻ കുറേ ചെയ്തു കേട്ടോ. കാരണം ജൂണിൽ എനിക്ക് മാത്രം അവധി, പിള്ളേർക്ക് സ്കൂളുണ്ടായിരുന്നുകൊണ്ട് ജൂലൈ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിള്ളേരുടെ സ്കൂൾ അടച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയാം, നിൽക്കാനൊരു സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം അതിൻ്റെ പിറ്റേ ദിവസം മറ്റും നമ്മുടെ സുമയും ശരത്തും പാറും, തോമസിൻ്റെ പെങ്ങളും ഹസ്ബൻഡും മോളും, അവർ സാധാരണ എല്ലാ സമ്മറും വരുന്നതാണ്. കഴിഞ്ഞ വർഷം മിസ്സായി. അപ്പോൾ ഈ വർഷം അവർ അങ്ങനെ ഒത്തിരി വെക്കേഷനൊന്നും വരാൻ സമയമില്ല. 2-3 ദിവസത്തേക്ക് ലീവൊക്കെ എടുത്ത് പെട്ടെന്നൊരു എന്താ പറയുക ഫ്ലാഷ് വിസിറ്റ് ചെയ്ത് അവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാമ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും അവർ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു ക്യാമ്പിന് പോകും. അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കിന് കുറേ കാര്യങ്ങളുണ്ടാകും. വീടാണെങ്കിൽ എന്താ പറയുക, ഒരു തൊഴുത്ത് പോലെയാണ് കിടക്കുന്നത്, വാരി കുത്തി മറിച്ച്. ഞാൻ കുറേ ഹോം കുക്ക് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് കുറച്ച് പുറത്തുനിന്നൊക്കെ മേടിക്കേണ്ടിയൊക്കെ വന്നു. അതുകൊണ്ട് അധികം കുക്കിംഗ് പരിപാടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇപ്പം അവർ വരുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു പരിപാടിയുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അത് കഴിഞ്ഞിട്ട് അവർ വരും. താഴെ നമ്മുടെ താഴത്തെ നിലയിൽ മുഴുവൻ ബെഡ്റൂമുകളും ഹോളും ഒക്കെ വൃത്തിയാക്കണം. അത് തോമസും മനുവും കൂടെ അവരവിടെ താഴെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു താഴത്തെ കുറേ കാര്യങ്ങളൊക്കെ ക്യാച്ചപ്പ് ചെയ്തിട്ട് പോകാമെന്ന്. അപ്പം കുറേ പേർക്ക് നമ്മുടെ ചാനൽ കാണുന്നവരിലെ ഒരു 30-40% ആൾക്കാർ USA നിന്ന്, 30% ആൾക്കാർ കാനഡയിൽ നിന്ന്, പിന്നെ ഒരു 30% ആൾക്കാർ ഇന്ത്യയിൽ നിന്ന്. പിന്നെ 30-40% പറഞ്ഞുവല്ലോ, അതിനകത്ത് തന്നെ ഇങ്ങനെ പെർസെൻറ്റേജ് ആയിട്ട് 2% മിഡിൽ ഈസ്റ്റ് പല കൺട്രീസ്, 2% കുറച്ച് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്, അങ്ങനെ പല ഭാഗത്തു നിന്ന് കാണുന്നവരുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല സമയത്തായിരിക്കും സമ്മർ വെക്കേഷൻസും സ്കൂൾ തുറക്കുന്നതും ഒക്കെ അല്ലേ. എങ്ങനെ പോകുന്നു എല്ലാവർക്കും? ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണെങ്കിൽ വെക്കേഷൻ എങ്ങനെ പോകുന്നു, സ്കൂൾ തുറന്നെങ്കിൽ എങ്ങനെ പോകുന്നു, യൂറോപ്പിലൊക്കെ ഉള്ളവർക്ക് ഹീറ്റ് വേവ് ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ദിവസം നമുക്ക് 32 ഡിഗ്രിയാണ്. 32 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. പക്ഷേ ചൂട് കാറ്റില്ലേ, മണൽക്കാറ്റ് അടിക്കുന്ന പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ചെയ്ത ഈ പണി എന്താണെന്നറിയാമോ? വല്ലപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ നല്ലൊരു ഗ്ലാസ് പാത്രം എടുത്തിട്ട് അതിലോട്ട് അരപ്പാത്രം വിനാഗിരിയും അത്ര തന്നെ വെള്ളവും മിക്സ് ചെയ്യും. എന്നിട്ട് ഞാനിത് മൈക്രോവേവിനകത്തോട്ട് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് അങ്ങോട്ട് ഓൺ ചെയ്തിടും. ഇത് വെള്ളം തിളച്ച് നല്ല സ്റ്റീം അങ്ങ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മൈക്രോവേവിൽ ഫുഡ് ചൂടാക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചൂടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൈക്രോവേവിൽ അടച്ചു വെക്കണ പാത്രം വെച്ചിട്ട് വെക്കാം. ഞാനിപ്പം അതെടുത്ത് കണ്ടോ, തൊട്ടടുത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് മൂടിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ചൂടാക്കുവാണെങ്കിൽ ഒട്ടും തെറിക്കത്തില്ല. പക്ഷേ നമ്മൾ ഈ മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്നത് കണ്ടാലേ നമ്മുടെ പിള്ളേരൊക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പം അവന്മാർ തന്നെ ചൂടാക്കാനും കുക്കിംഗ് അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയായപ്പം ഞാൻ ചെയ്യുന്നില്ല, അപ്പം അവരും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാത്തപ്പോഴത്തേന് അവർ നീ ചെയ്യണില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ചെയ്യണമെന്ന് ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ കറികളൊക്കെ ഇറച്ചി ഐറ്റംസൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എളുപ്പം വീക്കിലി ഒരു ദിവസം ഇതിനെ നല്ല സൂപ്പറായിട്ട് ഒന്ന് തെറിച്ചാലും ഇല്ലെങ്കിലും, തെറിച്ചാൽ നമ്മൾ അപ്പം തന്നെ തുടച്ചെടുക്കും. അല്ലെങ്കിലും വിനെഗർ ഇങ്ങനെ ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് നല്ല തുടച്ചെടുക്കണ്ടോ. നമ്മുടെ മൈക്രോവേവ് തിളങ്ങി നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പം ആ ഒരു പണി കഴിഞ്ഞു. ഇതിനകത്ത് പ്ലാനിങ്ങിലുള്ളതല്ലേ. എനിക്ക് ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. കാരണം ഈ ഭയങ്കരമായ എക്സ്റ്റേണൽ ബിസിനസ് വരുമ്പം എൻ്റെ തലയ്ക്കകത്ത് വണ്ട് മൂളുന്ന പോലെ തിരക്കാണ് കേട്ടോ. അപ്പം ഞാൻ തുണി അലക്കാനിടാൻ പോയിട്ട് സോപ്പ് ഒഴിക്കാണ്ട് ഇങ്ങോട്ട് പോന്നിട്ട് അടുത്ത പണി ചെയ്തിട്ട് പിരിച്ചുമ്പോൾ അങ്ങനത്തെ ഏർപ്പാടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ റീൽസിലൊക്കെ കാണത്തില്ലേ. എനിക്ക് കുറേ പേർക്കൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം പക്ഷേ എന്തായാലും മൈക്രോവേവ് അങ്ങോട്ട് വൃത്തിയായ ഒരു പരിപാടി അങ്ങ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമ്മുടെ നാടൻ ചൂലിങ് എടുത്തിട്ട് വന്നിട്ട് മുക്കുമൂലയൊക്കെ ഒന്ന് കൂട്ടി അടിച്ചെടുക്കാം. എത്ര വാക്യൂം ഉണ്ടെന്ന് പറഞ്ഞാലും റോബോ വാക്യൂം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരൊന്നും മുക്കുമൂലയും പോകത്തില്ല. നമ്മുടെ കള്ളപ്പണി, നമ്മൾ ഈ ടീനേജ് പ്രായത്തിൽ കള്ളപ്പണി ചെയ്യത്തില്ലായിരുന്നോ, അവിടെയൊക്കെ അടിച്ചു കൂട്ടി ആ മൂലയൊക്കെ തൊടാത്ത പോലെ ആ പരിപാടിയാണ് ഈ വാക്യൂം ക്ലീനേഴ്സൊക്കെ അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ചൂലെടുത്തിട്ട് അടിക്കും കേട്ടോ. പക്ഷെ തോമസ് വാക്യൂം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ എല്ലാ ഈ
ചെറിയ ചെറിയ ബ്രഷ് പോലത്തെ വാക്യൂം സ്റ്റിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് മൂലയൊക്കെ തോക്കണതാണ്. പക്ഷേ എനിക്ക് ചൂല് വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഞാൻ ആ ചൂല് വെച്ച് അടിക്കാൻ വരുന്ന ആ ഭാഗമെല്ലാം ഒന്ന് വാക്യൂം ചെയ്തു, അടിച്ചു വാരി. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അടിയിൽ, ഈ സാധനത്തിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഒന്നുമില്ല. കാരണം അതാ നടക്കുന്ന ആ ഒരു കറുത്ത വാക്യൂം കണ്ടുല്ലോ നമ്മുടെ മാംഗോ. എന്തായാലും അവളെ അകത്ത് കയറിയാലും പുറത്തിറങ്ങിയാലും ആദ്യം പോകുന്നത് ഈ മേശയുടെ അവിടെ എന്തെങ്കിലും കിടപ്പുണ്ടെന്ന്. ഐസക്കൊക്കെ ഭയങ്കര ക്ലംസി ഇട്ടാണ് കേട്ടോ. അവൻ എന്ത് കഴിച്ചാലും അതിൻ്റെ പകുതി താഴെ ഉണ്ടാവും. അപ്പം ഇമ്മാനുവലും മോശമല്ല. അതുകൊണ്ട് അവൾക്ക് അവിടെ അധികം വാക്യൂം ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കാർപ്പറ്റ്, ഇപ്പോൾ ഈ ഫ്രണ്ടിലത്തെ കാർപ്പറ്റും ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും വാക്യൂം ചെയ്യണം. നമ്മൾ എക്സാജറേഷനായിട്ട് തോന്നും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹസ്കിക്ക് എന്താ പറയുക, ഗോൾഡൻ റിട്രീവറിലുണ്ടായ ഒരു കറുത്ത എന്താ പറയുക മാംഗോ ആയതുകൊണ്ട് ഭയങ്കര ഷെഡിങ് ആണ് അവൾക്ക്. എന്താ പറയുക, ഇപ്പോഴും ഷെഡ് ചെയ്യണ സമയം കഴിഞ്ഞാലും കുറച്ചൊക്കെ രോമം പൊഴിയുന്നുണ്ടാവും. ഞാനതുകൊണ്ട് ഫുൾ വൈറ്റ് അതിന് കവറൊക്കെ മേടിച്ചിട്ടോ. ഇവളധികം സോഫയിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ സ്നേഹം മൂത്ത് കഴിയുമ്പോൾ മനു വല്ലതും കയറ്റും. ഞാൻ ആ സൈഡത്തേതിലൊന്നും കയറാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇതിലോട്ടൊന്നും അധികം വീഴില്ല. പക്ഷേ താഴെ കാർപ്പറ്റ് നന്നായിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് എന്താ പറയുക, ഞാനിവിടെ കിടന്ന ഇതൊക്കെ മാറ്റി കേട്ടോ. നമ്മുടെ സെൻറ്റർ കോഫി ടേബിൾ മാറ്റിയായിരുന്നു. കുറേ പതുക്കെ ഓരോന്നും ചെയ്തത്. കോഫി ടേബിൾ മാറ്റി ഇവിടുത്തെ ഉണ്ടായിരുന്ന ലെതർ സോഫ കൊണ്ട് താഴെ ഇട്ടു. കാരണം ഇവൾക്ക് അതൊക്കെ ലെതറിൻ്റെ ഒക്കെ നോക്കുമ്പോൾ നമ്മളാരും ഇല്ലെങ്കിൽ ഇവൾ ഓട്ടക്കണ്ണിട്ട് നോക്കൂ കേട്ടോ. ആരും ഇല്ലെങ്കിൽ പതുക്കെ അതൊക്കെ കാരാനൊക്കെ നോക്കണം, നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പം കുറച്ചൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അനുസരണ ഇല്ലാത്തവരുടെ കുടുംബത്തിലെ പട്ടിക്ക് അനുസരണ ഉണ്ടാവില്ല എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് അവളുടെ ഒരു കാര്യം. അപ്പോൾ ഈ കുറച്ച് ഇരുമ്പിൻ്റെയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അവൾ ഇരുമ്പ് വരെ കരിമ്പാക്കുന്നവളാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ ഈ അയൺ ടൈപ്പായിട്ടുള്ള ഒരു സെൻറ്റർ ടേബിൾ മേടിച്ചു. അതിൽ തടിയുടെ ഭാഗം അങ്ങനെ അവൾക്കധികം കടിക്കാനില്ല. ഇതിന് മുമ്പുള്ളത് നല്ല തടിയുടെ തന്നെയായിരുന്നു. അപ്പോഴൊക്കെ വന്നിരുന്ന കാര്യമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബിറ്റർ ആപ്പിൾ സ്പ്രേ, ഇവരെ ഈ പട്ടികൾ കടിക്കാതിരിക്കാനുള്ള ഒരു സ്പ്രേ മേടിക്കാൻ കിട്ടും, ബിറ്റർ ആപ്പിൾ സ്പ്രേ എന്ന് പറഞ്ഞിട്ട്. അത് മേടിച്ച് അടിച്ച് ഒക്കെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇവൾ സമ്മതിക്കില്ല എന്നെ വൃത്തിയാക്കാനായിട്ട്. ഇങ്ങനെ കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു ടോയ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ കാലിലിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അത് വലിച്ചാൽ അവൾ തരത്തില്ല. ഭയങ്കര ഫോഴ്സിൽ നമ്മൾ വലിക്കണം. അവൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ട്രാക്ഷൻ ഫീൽ ചെയ്യും. കുറച്ച് നേരം അങ്ങോട്ട് ഒരു ടഗ് ചെയ്ത് കഴിയുമ്പം സമാധാനമാകും. അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പണിയുടെ ഇടയ്ക്ക് അങ്ങനെ ഇരുന്നോട്ട് ഞാൻ അവളോട് പറയാണ്, ഇന്ന് ശരത്തും സുമയും പാറും വരുമ്പോൾ അവരുടെ പട്ടീനെ കൊണ്ടുവരും കേട്ടോ, ജിമ്മി. അപ്പം ഇങ്ങനെ വലിച്ചെന്ന് വെച്ചാൽ എനിക്കൊന്നൊക്കെ എന്താ പറയുക, ഞാൻ 63 കിലോ മറ്റും ഉണ്ട്. പക്ഷേ ഇവൾ എത്ര ഉണ്ടാവുമോ, എന്നെ വലിച്ചങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. പിന്നെ സ്ലഡ്ജ് ചെയ്യുന്ന ടൈപ്പല്ലേ, എനിക്ക് ഡോറ് തുറന്നപ്പോഴത്തേന് ആരാന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ താഴെ ഞാൻ മുന്നേ പറഞ്ഞ താഴെ അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം ഞാൻ കുറച്ച് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ആകെ വിയർത്ത് കുളിച്ചു. താഴെ ചെന്ന് നോക്കുമ്പോഴത്തേന് എല്ലാം വാരി വലിച്ചിട്ടേക്കുവാണ്. തോമസിനെ അങ്ങനെ വൃത്തിയാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മൾ സർജറി ചെയ്യാൻ പോയിട്ട് എല്ലാ കുടലും പണ്ടൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഭയങ്കര മുക്കും മൂലയും നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. അതിനി പെട്ടെന്ന് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഭയങ്കര പരിഹാസവും പുച്ഛമാണ്. നീ ആ മടിച്ചിപ്പണിയാണ്, കള്ളപ്പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മളധികം ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ അധികം ഫ്രണ്ട്സൊക്കെ വന്നവർ ഹോം ടൂർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓർക്കും കേട്ടോ ചെയ്യണം. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാത്തതാണ്. ആരെങ്കിലും എനിക്ക് വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ വെരി ക്വിക്കായിട്ട് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ ജിം റൂമാണ്. ഇതിലാണ് കുറേ സാധനങ്ങൾ നമ്മൾ വിറ്റു കിട്ടും. നമുക്ക് ക്രോസ് ഫിറ്റും സൈക്കിളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിറ്റു. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് എനിക്കാണ് ജിമ്മിലും മെമ്പർഷിപ്പുണ്ട്, കോളേജിലെ ജിമ്മിലും മെമ്പർഷിപ്പുണ്ട്. ഫുൾ മെമ്പർഷിപ്പ്. പക്ഷേ തടി കുറയാൻ വെച്ചാൽ എനിക്ക് അങ്ങനെ ഭയങ്കര തടിയൊന്നുമില്ല. എനിക്ക് കുറച്ച് വയറിൻ്റെ ഭാഗം ഒന്ന് കുറയ്ക്കണം, ഒന്ന് ടോൺ ആവണം, ഫിറ്റ് ആവണം എന്നൊക്കെയാണ് മോഹം. അപ്പോൾ എന്തായാലും വീട്ടിൽ കിടന്ന കുറേ സാധനങ്ങളൊക്കെ വിറ്റു. കുറച്ച് ഡംബൽസ് ഉണ്ട് കേട്ടോ. ഒരു 10 പൗണ്ട്സ് 7.5 എല്ലാം ഈ 2 ഇഷ്യ വെച്ച് 7.5, 10, 15, 20, 25, 30 അങ്ങനെ 30 വരെ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ 30 ഈസി ആയിട്ട് പൊക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി പക്ഷേ എന്താ പറയുക, നമുക്ക് നോക്കാം, വേണമെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകുന്നതാണല്ലോ സൗകര്യം.
അപ്പോൾ ഈ റൂമൊന്നും നമ്മൾ ജിമ്മ് ചെയ്യാൻ വരും. പിന്നെ ഒരു ട്രെഡ്മില്ലുണ്ട്, അതുകൊണ്ട് മിക്കവാറും വരും നടക്കേണ്ട അവസ്ഥയാണെങ്കിൽ. പക്ഷേ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞ സാധനം കണക്കുണ്ട്. ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാനാണ്. പക്ഷെ ഞാൻ ഈ റൂമൊന്നും വാക്യൂമേ ചെയ്തിട്ടില്ല. ഇവിടം വരെ ഒന്നും എത്താനുള്ള ആംബിയൻ ഉണ്ടാവില്ല. എനിക്ക് മേള് കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് കണ്ടൊരു സമാധാനമാകും. പിന്നെ ഞാനവിടെ ഇട്ടിട്ട് പോകും. പക്ഷേ തോമസ് ചെയ്യുമ്പം പിന്നെ ഇതിൽ എന്താ പറയുക, നമുക്ക് പുള്ളപ്പ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഹാങ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. പുള്ളപ്പ് ചെയ്യാനുള്ള ആംബിയറൊന്നും എനിക്ക് ഇതുവരെ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ബോഡി വെയിറ്റ് കാരണം അങ്ങോട്ട് പൊങ്ങണ്ടേ. പിന്നെ ഉള്ളത് ഇതൊരു ലിവിങ് സ്പേസാണ്. അപ്പം ഈ ഒരു സോഫ മേളിലായിരുന്നു കിടന്നിരുന്നത്. ഇവിടെ വേറൊരു ചെറിയ സോഫ സെറ്റായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്ന് കോസിയാക്കി നമുക്ക് എല്ലാവർക്കും ഇരിക്കാനും പിന്നെ എന്താ പറയുക, നല്ലൊരു സുഖമാണ്. നല്ല കോസി എൻവയോൺമെൻറ്റാണ്. പിന്നെ എന്താ പറയുക, ഒരു ഫയർ പ്ലേസ് ഉണ്ട് ഇവിടെ. നമ്മൾ അധികം ഇടാറില്ല. പക്ഷേ അവർ വരുമ്പോൾ നമ്മൾക്കിപ്പോൾ തണുപ്പത്തിൽ നിന്നേക്കുന്നതുകൊണ്ട് ഭയങ്കര മദാമകളിയാണ്. അയ്യോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് ഭയങ്കര തണുപ്പ് വേണം, ഭയങ്കര ചൂട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ ഉള്ള കുറച്ച് ജാടയൊക്കെ ഉണ്ട്. പക്ഷെ അവർ വരുമ്പം ചിലപ്പം ഫയർ പ്ലേസ് ഓൺ ആക്കേണ്ടി വരും സമ്മറാണെങ്കിലും. കാരണം താഴെ നമുക്ക് എപ്പോഴും നല്ല തണുപ്പുണ്ടാവും. സിയുടെ തണുപ്പ് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഞാൻ ഈ സൈഡത്തെ റൂം നമ്മൾ ആദ്യം ഈ വീഡിയോ ഒക്കെ ഹോം ടൂറൊക്കെ ചെയ്ത സമയത്ത് ഇതൊരു എൻ്റെ സ്റ്റഡി സ്പേസ് ആയിരുന്നു. ഞാൻ ഒരു കോളേജിൽ നഴ്സിംഗ് പഠിപ്പിക്കും. അപ്പം നമുക്ക് കുറേ വർക്ക് ഫ്രം ഹോം ആയിരുന്നു കോവിഡിൻ്റെ ടൈമിലൊക്കെ. ഇപ്പോഴും നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ട് വർക്കിൽ. അതുകൊണ്ട് തോമസ് ആദ്യം ഫുൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നപ്പോൾ എനിക്കൊരു നല്ല സൂപ്പറായിട്ടൊരു സ്റ്റഡി റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മേളിലോട്ട് മാറ്റി എല്ലാ കോമൺ സ്റ്റഡി റൂമാക്കി. കാരണം ഇപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോമിനെക്കാട്ടിലും പോയി ചെയ്യുന്ന ഇഷ്ടം. പിന്നെ പഴയ പോലെ കോവിഡ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലോ. പിന്നെ അപ്പോൾ ഈ റൂം ഇപ്പോൾ ടോയ് റൂമായിരുന്നു. പക്ഷേ നല്ലോണം പണിയെടുത്ത് ഫുൾ ടോയ്സ് ഇടുന്ന ടോയ്സ് എല്ലാം ഇറക്കിക്കൊണ്ട് പോയിട്ടെല്ലാം സ്റ്റോറേജ്, ഡൊണേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടോയ്സ് അധികം വെച്ച് കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞുമല്ലോ. പിന്നെ ഈ റൂം നല്ല വൃത്തിയാക്കി അവർക്ക് ഇതിപ്പോൾ ഗസ്റ്റ് ബെഡ്റൂമാണ്. അതിനെയൊക്കെ നല്ല റെഡിയാക്കി എടുത്തു. അപ്പം ഞാൻ ഇവിടെ പുറത്ത് ഒച്ച കേട്ടപ്പോൾ നോക്കിയത് ഞാനുണ്ടെന്ന് മനസ്സിലായിരുന്നു മാംഗോയ്ക്ക്. അവൾ എന്നിട്ട് പിണങ്ങി നിൽക്കുകയാണ്, കളിക്കാൻ വിളിക്കണയാണിത്. എന്നിട്ട് കുറച്ച് നേരം ഇനി അവിടെ നിന്നോളും. നമ്മളിവിടെ ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഇവൾ കുറേ ഒരു ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് ഡോഗാണ് കേട്ടോ. നമ്മൾ ഒരു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൾക്ക് സമാധാനമായി. പക്ഷേ ഇവിടെ ഇനിയും കുറേ വൃത്തിയാക്കാനുണ്ട്. ഓരോ മുറികളിൽ നിന്ന് വൃത്തിയാക്കുമ്പോൾ ഉള്ളത് പുറത്തോട്ട് വരുന്നു. നമ്മളതൊക്കെ എടുത്തുകൊണ്ട് വെക്കണം. ഈ ഇരിക്കുന്ന ടി ടേബിളൊക്കെ ഗാർബേജാണ് കേട്ടോ. അത് നമ്മൾ എങ്ങനെ കളയാമെന്ന് വെച്ചാൽ ലാർജ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഗാർബേജ് ഓർഡർ ചെയ്തവരൊന്ന് പിക്ക് ചെയ്യും. പിന്നെ വാഷ്റൂം അവർ വൃത്തിയാക്കുള്ളതാണെന്ന് പറഞ്ഞു. മറ്റേ ആ ഒരു റൂം സൈഡിൽ കണ്ടത് ഇമ്മാനുണ്ട് റൂം. അപ്പോൾ ഈ വീട് ആകെ മൊത്തം 6 ബെഡ്റൂംസും 2 ഹാളും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിൽ നമ്മൾ 4 ബെഡ്റൂമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരെണ്ണം സ്റ്റഡി റൂമും ഒരെണ്ണം വേറെന്താ പറയുക, ആ ഒരു ജിം റൂമും ആക്കിയേക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ഹോൾ ഏരിയ ഒക്കെ ജിം ആക്കാം. പക്ഷേ ഇപ്പം നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. നമ്മളിത് ശരിക്കും നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലുമൊക്കെ വരുമൊക്കെ ആണെങ്കിൽ നിൽക്കാനും അങ്ങനെയൊക്കെ ഒരു വെച്ചിട്ടാണ് ആ സമയം. നമുക്കിപ്പം നമ്മൾ 4 പേരും പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റഡി റൂമിൻ്റെ ആവശ്യമുണ്ട് പിള്ളേർക്ക് പഠിക്കാനാണെങ്കിലും. പ്രത്യേകിച്ച് എൻ്റെ വലിയ ആൾ 12ാം ക്ലാസ്സിലോട്ടായി. അപ്പോൾ അവന് 11ാം ക്ലാസ്സൊക്കെ തൊട്ടായപ്പോഴത്തേന് കുറച്ച് അവൻ്റെ ഒരു ബെഡ്റൂമിൽ എത്തി പഠിക്കുന്നതിനേക്കാളും സ്റ്റഡി റൂം എന്നുള്ളതാണ് അവനും പ്രിഫറൻസ്. കാരണം അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഓൺലൈൻ മീറ്റിങ്സോ ഗ്രൂപ്പ് വർക്കൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്ക് എൻ്റെ കോഴ്സ് വർക്ക് വരുമ്പോഴും റൂമിൻ്റെ ആവശ്യമുണ്ട്. ഇനിയത്തെ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞൊരു 10 വർഷം കൊണ്ട് ഡൗൺ സൈസ് ചെയ്യുക. 2 മുറി അടുക്കള. കാരണം ഇത്രയും വലിയ വീടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസമായിട്ടോ ഇവർ ഡ്രൈവ് ചെയ്താൽ വന്നത്. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ കുറച്ച് സമയമൊക്കെ എടുത്തായി വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് ഇവർ റെസ്ക്യൂ ഡോഗാണ്. ബോർഡർ കോളി, പിറ്റ് ബുൾ ടെറർ അങ്ങനെ എല്ലാം എന്തൊക്കെയോ ക്രോസാണ്. 2-3 മിക്സ് ക്രോസാണെന്ന് തോന്നുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഒരു മനുഷ്യ കൊച്ചാണെന്ന് പോലും തോന്നില്ല. മാംഗോ ആണെങ്കിൽ ഈ വില്ലത്തി പോലത്തെയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജിമ്മിയും ഭയങ്കര ക്വയറ്റാണ് കേട്ടോ. ഞങ്ങൾ പറയും ഇത് നിങ്ങൾക്ക് പിറക്കാണ്ട് പോയി ഉണ്ണിയാണെന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കും. എന്നിട്ട് 2 പേരും കുറേ കളിച്ചു തീർന്നു. ജിമ്മിയുടെ ജീവിതത്തിൽ ഇത്രയും അവൻ ഓടും ചാടും ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് തളർന്ന് മയങ്ങി ഉറങ്ങിപ്പോയി. അപ്പോൾ ഇവർ വന്ന വിശേഷങ്ങളും നമ്മളുടെ യാത്രയുടെ വിശേഷങ്ങളും പിന്നെ പട്ടികളുടെയും കുട്ടികളുടെയും ഒക്കെ വിശേഷങ്ങളായിട്ട്
നമ്മൾ ഇന്നത്തെ കുറച്ച് വീഡിയോസൊക്കെ എന്താ പറയുക, നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ റുട്ടീൻ വീഡിയോസൊക്കെ കുറവായിരിക്കും. കാരണം അത്ര ഒരു ഹെൽത്തിയും റുട്ടീനും ഒന്നുമില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, എപ്പോഴൊക്കെയോ കിടക്കുന്നു. ഞാനൊക്കെ എന്താ പറയുക, 10 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തല കറങ്ങി ബോധം പോകുന്ന പോലെ ഉറക്കം വന്നാൽ, പക്ഷേ 12-1 മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത്. എന്തായാലും വീഡിയോ കേട്ട ഉടനെ വരാം. ബൈ ബൈ.